എന്റെ ആവണി മോളെ കൊണ്ടുപോയത് ചെങ്കൽ മധുവല്ല, അവനേക്കാളും വലിയ ഗുണ്ടയായാലും ഞാൻ അവിടെ പോവും, അവനോട് സംസാരിക്കും. ആവണി മോളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. പിന്നെ കൊണ്ടുവരും. നീ അങ്ങോട്ട് ചെന്നാലുടനെ അവൻ കുട്ടിയെടുത്ത് നിന്റെ കയ്യിലോട്ട് വെച്ച് തരും. നിന്റെ വെല്ലുവിളി ഒന്നും അവനോട് ചെലവാവില്ല. അവനെ ആള് വേറെയാ. അവൻ ദൈവമൊന്നും അല്ലല്ലോ, മനുഷ്യൻ തന്നെയല്ലേ. ഈ രാജ്യത്തെ നീതി നിയമം അനുസരിക്കാൻ അവനും ബാധ്യതയുണ്ട്. അത് ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തോളാം. ഇനി അതല്ല, അവന്റെ കാല് പിടിച്ചിട്ടേ എനിക്ക് എന്റെ ആവണി മോളെ തിരിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ എന്റെ ആവണി മോക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും. ഹലോ. സാർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? കുട്ടിയെ കൊണ്ടുപോയത് മധുവിന്റെ ആൾക്കാർ തന്നെയാണെന്ന് ഉറപ്പായിട്ടുണ്ട്. സംശയാസ്പദമായ ഒരു വാഹനത്തെ പോലീസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് കുറച്ച് സമയത്തിനകം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ശരി സാർ. ഇവരെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ. എന്തായി സച്ചി, കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. എന്നാ സച്ചിനി കുട്ടിയെ അന്വേഷിക്കണ്ട. കുട്ടിയെ കൊണ്ടുവരാനായിട്ട് അർച്ചന പോയിട്ടുണ്ട്. എന്താ പറഞ്ഞു? അതിന് ആവണിമോൾ എവിടെ ഉണ്ട്? ആവണിമോളെ ചെങ്കൽ മധുവിന്റെ കയ്യിലുണ്ട്. ഇത് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്നാണോ? ഇവിടെ അർച്ചനയ്ക്ക് ചെങ്കൽ മധുവിന്റെ ഫോൺ വന്നിരുന്നു. അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആവണിമോൾ അവന്റെ കയ്യിലുണ്ടെന്നും അർച്ചന ചെന്നാൽ മാത്രമേ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുള്ളൂന്നും അവൻ അർച്ചനയോട് പറഞ്ഞു. എന്നിട്ട് അർച്ചനയുടെ സ്വഭാവം സച്ചിക്ക് അറിയില്ലേ? കേട്ട പാതി കേൾക്കാത്ത പാതി മധുവിനെ വെല്ലുവിളിച്ച് എന്തൊക്കെയോ സംസാരിച്ച് ഇവിടുന്ന് ഒരു പോക്കിറങ്ങി പോയിട്ടുണ്ട്. ഞാൻ തടയാൻ ശ്രമിച്ചിട്ട് നിന്നില്ല. ഞാനിപ്പം പ്രധാനമായിട്ട് സച്ചിയെ വിളിച്ചത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല. ഇവിടെ എല്ലാരും ടെൻഷനില്ല. അർച്ചനയാണെങ്കിൽ ആകെ ടയേർഡാ. ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയില് അവളിങ്ങനെ ഇറങ്ങിപ്പോയ എന്ത് ചെയ്യും? അതും ആ ഗുണ്ടകളുടെ അടുത്തേക്ക്. അവരെ പോലുള്ള ഗുണ്ടകളുടെ സ്വഭാവം സച്ചിക്കറിയാലോ. ഒരു മര്യാദയില്ലാത്ത കൂട്ടരാ അവര്. അവർക്കിടയിലേക്ക് ചെന്ന് കയറി എന്തേലും സംഭവിച്ചാ എനിക്കത് ഓർക്കാൻ കൂടി ആവുന്നില്ല. ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ ചെങ്കൽ മധുവിനെ പോലെ ഒരു ഗുണ്ടയെ വെല്ലുവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ അർച്ചനയ്ക്ക്? അവൾക്ക് എന്തേലും അപകടം പറ്റി എന്ത് സംഭവിക്കും? സച്ചി, എന്തേലും ഒന്ന് പെട്ടെന്ന് ചെയ്യണേ. ശരി, ഞാൻ നോക്കിക്കോളാം. സച്ചി, ഒരു മിനിറ്റ്. ആവണിമോളെ പറ്റി എന്തേലും വിവരം കിട്ടിയാ അറിയിക്കണേ. അറിയിക്കാം. അർച്ചനയ്ക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? ആ ക്രിമിനലുകൾ ഇനി എന്തൊക്കെ ചെയ്യുന്നു ആർക്കറിയാം?